ഇതാണ് എൻ്റെ ടേബിളിൻ്റെ അവസ്ഥ. ഇത് നമുക്ക് ഒരുമിച്ചൊന്ന് ക്ലീൻ ചെയ്താലോ? എത്രയും പെട്ടെന്ന് നമുക്കിത് ക്ലീൻ ചെയ്യാം. എനിക്ക് ഒരു ഐഡിയ ഇല്ലാട്ടോ ഇത് എവിടുന്ന് തുടങ്ങും, എങ്ങനെ ഇതാക്കി തീർക്കുന്നൊന്നും ഒരു ഐഡിയ ഇല്ല. പക്ഷെ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഈസിയസ്റ്റ് വേ എന്ന് പറയുന്നത് ടേബിളിലുള്ള എല്ലാ സാധനവും എടുത്ത് നേരെ ബെഡിലേക്ക് വയ്ക്കുക. അതാണ് ഞാനിവിടെ ചെയ്യുന്നത്. നമ്മുടെ മൈൻഡ് തീരെ ഓക്കെ അല്ലാതാവുമ്പോൾ നമ്മളുടെ ചുറ്റുമുള്ള ഒരു സ്പേസും ഇതേപോലെ ക്ലട്ടേഡ് ആവും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം തന്നെ ഓക്കെ അത് വേണ്ട കാര്യങ്ങൾ മാത്രം എടുത്ത് വെക്കുക, വേണ്ടാത്ത കാര്യങ്ങൾ അപ്പം തന്നെ എടുത്ത് കളയുക, ഡീക്ലട്ടർ ചെയ്യുക. എപ്പോഴേലും ഇനി ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ച് നമ്മൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് വെക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു തരത്തിലും നമ്മൾ ഡേ ടു ഡേ ബേസിസിൽ യൂസസ് ഇല്ലാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ വെക്കരുത് കേട്ടോ. അതിനൊരു സെപ്പറേറ്റ് സ്പേസ് ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു ഓർഗനൈസറിൽ അത് ഓർഗനൈസ് ചെയ്ത് വെക്കുകയോ ചെയ്യുക. അല്ലാതെ ഇങ്ങനെ എന്നെ കണക്കിന് വാരി കൂട്ടി ഇടരുത്. അപ്പം ഞാൻ വേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഇപ്പം ഞാൻ എടുത്ത് ടേബിളിലേക്ക് വെക്കുന്നത്. ബേസിക്കലി ഈ ഒരു ടേബിൾ എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ. കുഞ്ഞിലേ മുതലേ എനിക്കിങ്ങനെ ഒരു വൈറ്റ് സ്റ്റഡി ടേബിൾ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ 25ാമത്തെ വയസ്സിലാണ് സാധിച്ചതെന്നുള്ളതാണ്. പക്ഷേ ഐ എം ട്രൂലി ഗ്രേറ്റ്ഫുൾ ആൻഡ് ഹാപ്പി ദാറ്റ് എനിക്കത് സ്വന്തമായിട്ട് മേടിക്കാൻ പറ്റി, എനിക്ക് സ്വന്തമായിട്ട് അങ്ങനെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വലിയ കാര്യമാണ്. ഇവിടെ ഇപ്പോൾ ആ ടേബിളിൽ ഇരിക്കുന്ന സാധനങ്ങൾ മൊത്തം എൻ്റെ ഡെയിലി ബേസിസിൽ ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് കേട്ടോ. ഇതിൻ്റെ ഹോളിൽ എൻ്റെ മൈക്ക്, പിന്നെ ഞാൻ ആ 2 കുഞ്ഞു ഓർഗനൈസർ ബോക്സസിൽ എനിക്ക് വേണ്ട മെമ്മറി കാർഡ്സ്, അതേപോലെ എൻ്റെ ഹാർഡ് ഡിസ്കുകൾ, അങ്ങനത്തുള്ള സാധനങ്ങളൊക്കെയാണ് വെച്ചേക്കുന്നത്. അപ്പം ഞാനിവിടെ ഒരു വെറ്റ് വൈപ്സ് ആണ് എടുത്തിട്ടുള്ളത്. അത് നമ്മുടെ ഡിസിൻഫെക്റ്റൻറ്റ് വൈപ്സ് ആണ്. ഞാനിവിടെ ലിങ്ക് കൊടുത്തേക്കാം വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കി. ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ. ഓൾറെഡി ഇതിനകത്തൊരു ചെറിയ നനവുണ്ട്, അതുകൊണ്ട് തന്നെ ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഒരുപാട് പറക്കാതെ ഈസിലി ക്ലീൻ ചെയ്യാൻ പറ്റും. ഇത് പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യാം കേട്ടോ. ഇത് വെച്ചിട്ട് നന്നായിട്ട് ആ മുകളിൽ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ട് വേണ്ട സാധനങ്ങൾ മാത്രം പ്രോപ്പർലി ഞാൻ എൻ്റെ മുകളിൽ ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് കൊടുക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ആക്ച്വലി ഇത് ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. നമ്മുടെ മൈൻഡ് ഒട്ടും ഓക്കെ ഇല്ലാത്തപ്പോഴാണ് ഇങ്ങനത്തെ എന്താ പറയുക അൺഓർഗനൈസ്ഡ് ആയിട്ട് നമ്മളെ റൂം കിടക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മൈൻഡിനെ ഒന്ന് ക്ലിയർ ചെയ്യാനായിട്ട് ഈ ഒരു പ്രോസസ്സ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്കങ്ങനെ എപ്പോഴും ക്ലീൻ ആക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല, പക്ഷേ എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഓർഗനൈസ് ചെയ്തെല്ലാം സെറ്റാക്കി വെക്കാനായിട്ട്. ഈ ഓർഗനൈസേഴ്സിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാട്ട്. ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ് ആൻഡ് ഭയങ്കര അഫോർഡബിളും ആണ്. ഇനി നമുക്ക് കുറച്ച് നേരം ബ്രേക്ക് എടുക്കാം. കാരണം someone needs attention. കുറച്ച് നേരമായിട്ട് അവിടെ കിടന്നിട്ട് വിളിക്കാം. ഞാൻ എടുത്തു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ കുറച്ച് നേരം ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒട്ടിച്ചേർന്ന് ഇരിക്കുക. ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കൊടുത്തിട്ട് തുടങ്ങും കേട്ടോ. ഞങ്ങൾ തമ്മിലുള്ള സ്നേഹം അങ്ങനെ സിബ്ലിംഗ് ക്യാറ്റ് പോലെയാണെന്ന് തോന്നുന്നു എന്നെ കുഞ്ഞി കാണുന്നത്. ആക്ച്വലി ഐ വാസ് നോട്ട് എ ക്യാറ്റ് പേഴ്സൺ, ബട്ട് ഇതിന് മുന്നേ നമുക്കൊരു കുഞ്ഞ് പെറ്റുണ്ടായിരുന്നു. അപ്രതീക്ഷിതമായിട്ട് വന്നു കയറിയതാണ്. ഷീ മെയ്ഡ് മീ ട്രൂലി എ ക്യാറ്റ് പേഴ്സൺ ആൻഡ് ഐ റിയലി ലവ് ദിസ് ക്യൂട്ട് ഫർ ബോൾ നൗ. ഇനിയും കളിപ്പിച്ചെന്ന് ഒരുപാട് സമയം പോകും. അതുകൊണ്ട് ഞാൻ നേരെ കുഞ്ഞിയെ ബോക്സിൽ വെച്ചു. കുഞ്ഞിന്ന് പേരിട്ടതേ പെൺപൂച്ചയാന്ന് വിചാരിച്ച, പക്ഷെ പെൺപൂച്ച അല്ലടാ. ഞാൻ വാക്സിൻ എടുക്കാൻ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ വരെ പറഞ്ഞത് പെൺപൂച്ചയാന്നോ, പക്ഷെ അല്ല. ഒരു 5 മാസം ആയപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഒരു ആൺപൂച്ചയാന്ന്. ജെൻഡർ എന്ത് തന്നെ ആയാലും കുഞ്ഞ് നമ്മുടെ കുഞ്ഞാട്ടോ. ഇപ്പം ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്ന ബോക്സിലെ അത് ആക്ച്വലി ബാത്റൂമിൽ വെക്കുന്ന ഒരു സ്റ്റാൻഡാണ്. പക്ഷെ അത് ബുക്ക് വെക്കാൻ പാകത്തിനുള്ള സൈസ് ആയതുകൊണ്ട് ഞാൻ നൈസിന് അതിങ്ങെടുത്തു. പിന്നെ ഈ കുഞ്ഞു കുഞ്ഞു ഓർഗനൈസേഴ്സ് ഒക്കെ ഉണ്ടല്ലോ 100, 150, 200 ആ ഒരു റേഞ്ചേ വരത്തുള്ളൂ കേട്ടോ. ബുക്കൊക്കെ ഞാൻ ആ ഒരു ഓർഗനൈസറിൽ വെച്ചതിന് ശേഷം അത് ഫുള്ളൊന്നും എടുത്തിട്ട് അതിൻ്റെ അടിയിൽ ഡസ്റ്റ് ഉണ്ടാവും. കാരണം ഈ മുറിയിൽ എങ്ങനെ നോക്കിയാലും നന്നായിട്ട് ഡസ്റ്റ് കയറും. അപ്പോൾ ഡസ്റ്റ് ഫുള്ള് ഞാൻ ആ വെറ്റ് വൈപ്സ് വെച്ചിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. Here comes the favorite and my most exciting part. I love stickers. അത് കുഞ്ഞിലേ തൊട്ടേ എനിക്ക് സ്റ്റിക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. സോ ഐ ലവ് കളക്ടിങ് സ്റ്റിക്കേഴ്സ്. സ്റ്റിക്കറിന് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസർ ബോക്സ് ആണത്. അതിൽ നിറച്ച സ്റ്റിക്കേഴ്സ് മാത്രമാണ്. ഇതിനകത്ത് എൻ്റെ പാട്ടിൻ്റെ ബുക്ക്, എൻ്റെ ക്രയോൺസ്, അതേപോലെ എൻ്റെ സ്കെച്ചസ്, അങ്ങനത്തുള്ള സാധനങ്ങളാണ്. ഈ ഒരു ഡ്രോയർ ഓർഗനൈസേഴ്സിൽ പല പല കാര്യങ്ങളുണ്ട്. ചിലതിൽ USB കേബിൾസ് ഉണ്ട്, പിന്നെ സ്റ്റിക്കേഴ്സ് ഉണ്ട്. ജേർണൽ സപ്ലൈസിൽ ഞാൻ പേപ്പറിൽ പ്രിൻ്റ് എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് ചില ഇമേജസ് ഒക്കെ ഒട്ടിക്കും. അങ്ങനത്തെ സാധനമൊക്കെ കട്ട് ചെയ്ത് അതിലിങ്ങനെ ഓരോ ഡ്രോയേഴ്സിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ എൻ്റെ സ്റ്റിക്കർ കളക്ഷൻസ്. അതിൽ ഒരുപാട് സ്റ്റിക്കേഴ്സ് ഉണ്ട്. അതിങ്ങനെ നോക്കുമ്പോൾ ഡിഗ് ചെയ്ത് നോക്കുമ്പോഴേ അറിവ്, കാരണം അത്ര ടൈറ്റ്ലി പാക്ക് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്രോസസ്സാണ് ഈ ജേർണലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ അങ്ങനെ ഒരാളെ ആയിരുന്നില്ല.
സ്റ്റിക്കറൊക്കെ ഇങ്ങനെ ചുമ്മാ ബുക്കിൽ വാങ്ങി ഒട്ടിച്ച് വയ്ക്കുമായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് ജേർണലിങ് നല്ല ഇഷ്ടമാണ്. എൻ്റെ ബ്രെയിനിനെ ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതൊരു വൈറ്റ് ടേബിൾ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് എന്തെങ്കിലും ചെറിയ പാട് പിടിച്ചാൽ തന്നെ ഇങ്ങനെ എടുത്ത് കാണിക്കും. സോ ഈ വെറ്റ് വൈപ്സ് എല്ലാ ഡേർട്ടിനെയും ഈസിലി ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ലാപ്ടോപ്പ് എടുത്തിട്ട് അതിൽ പൊടിയും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ തൂത്ത് കളയാണ്. പൊടിയെക്കാട്ടിയും കൂടുതൽ എൻ്റെ കുഞ്ഞിയുടെ രോമം ഇഷ്ടംപോലെ ഇതിലിങ്ങനെ ഉണ്ട്. പക്ഷെ അതൊരു ഹാപ്പിനെസ് ആണ് കേട്ടോ അങ്ങനെ കാണുന്നത്. അയ്യോ, എന്ത് സന്തോഷം എന്നറിയാമോ ഇങ്ങനെ ഡിക്ലട്ടർ ചെയ്ത് നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് ഇതെല്ലാം ഇങ്ങനെ കാണുമ്പോൾ. പക്ഷെ ആ സന്തോഷം അധികം നേരം ഉണ്ടായില്ല. താഴോട്ട് നിന്ന് നോക്കൂ, ദർ ഇസ് എ ഹ്യൂജ് മെസ്. എൻ്റെ സകലമാന തുണികളും അതിൻ്റെ അടിയിലുണ്ട്. ഇത് ഫുള്ള് ജീൻസ് ഞാൻ ഇങ്ങനെ മടക്കി ഓർഗനൈസ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇതെന്താ പറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു ബാഗ് കൊണ്ടുപോകാൻ എടുത്തപ്പം അതിനകത്തിരുന്ന സാധനങ്ങൾ മൊത്തവും ഇങ്ങനെ വാരിയിട്ടിട്ടാണ് ഞാനത് എടുത്തിട്ട് പോയത്. ഞാൻ എവിടെയെങ്കിലും ട്രാവലിന് പോകുന്നതിന് മുന്നേ പാക്ക് ചെയ്യുമ്പോൾ എൻ്റെ റൂം ഭയങ്കരമായിട്ട് ഇതേപോലെ മെസ്സാവും. എന്നാൽ പോകുന്നതിന് മുന്നേ അതിനടുത്ത് ഓർഗനൈസ് ചെയ്ത് വെക്കുമോ? അതില്ല. കാരണം ലാസ്റ്റ് മൊമെന്റിലായിരിക്കും ഞാൻ പാക്ക് ചെയ്യുന്നത്. നിങ്ങൾ എന്നെ പോലാണോ? ഇനി എവിടെയെങ്കിലും പോയിട്ട് വന്നു കഴിഞ്ഞാലോ ഒരാഴ്ച എനിക്ക് പിന്നെ ക്ഷീണോ. 1-2 ദിവസം റെസ്റ്റ് എടുത്തിട്ട് എന്നാ ഒന്ന് ഒതുക്കിക്കൂടെ? അതും ഞാൻ ചെയ്യില്ല. മടിച്ചിട്ട് ഇങ്ങനെ ഇട്ടേക്കും കൂട്ടി. ഈ ഒരു പോയിന്റിലാണ് ഞാൻ എപ്പോഴേക്കും അമ്മ പറഞ്ഞൊരു കാര്യം ഓർക്കുന്നത്. അന്നുള്ള കാര്യങ്ങൾ അന്നന്ന് ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ ഒരു ദിവസം മൊത്തം ഇരുന്ന് പണിയെടുക്കേണ്ടി വരില്ല. ടടാ, നമ്മുടെ ഫ്ലോറും അതേപോലെ നമ്മുടെ ടേബിളും ക്ലീൻ ആയി. അടുത്ത ഹ്യൂജ് മെസ്. അമ്മേ, ഇനി ബെഡ് ക്ലീൻ ആക്കണം. കാരണം ഒരു സൈഡ് ഒതുക്കിക്കൊണ്ട് വരുമ്പോൾ അടുത്ത സൈഡ് ഞാൻ അലമ്പാക്കും. ഇനി ഇതാണ് ഏറ്റവും വലിയ ജോലി. ഐ ഡോണ്ട് റിയലി ലൈക്ക് ഫോൾഡിങ് മൈ ക്ലോത്ത്സ്. എനിക്ക് എന്ത് പറഞ്ഞാലും എനിക്കിഷ്ടമല്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നറിയാം, എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ സ്പീക്കറിൽ നല്ല വോളിയത്തിൽ പാട്ട് വെച്ചിട്ട് ഇരുന്ന് അങ്ങോട്ട് പണിയെടുക്കും. എൻ്റെ ലൈഫിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത പാർട്ടിലൊന്നാട്ടോ മ്യൂസിക്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് വൈകുന്നേരം വരെ എൻ്റെ സ്പീക്കറിന് ഞാൻ റെസ്റ്റ് കൊടുക്കുന്നത് വളരെ ചുരുക്ക സമയമാണ്. ചാർജ് തീരുമ്പോഴായിരിക്കും ഞാൻ അതിനൊന്ന് റെസ്റ്റ് കൊടുക്കുന്നത്. സ്പീക്കറിൽ ഫുൾ വോളിയത്തിൽ നല്ല എനർജറ്റിക് സോങ്സ് വെക്കുവേ, ഡപ്പാങ്കുത്ത് പാട്ടൊക്കെ ആയിരിക്കും. അത് തരുന്നൊരു എനർജി വേറെ ലെവലാണ്. എന്നിട്ട് ഞാൻ എനിക്ക് തന്നെ ഓരോ ടാസ്കുകൾ കൊടുക്കും. ഈ പാട്ട് തീരുന്നതിന് മുന്നേ ഇത്ര ജോലി ഞാൻ ചെയ്ത് തീർക്കണം. ബേസിക്കലി ടൈമർ വെച്ചിട്ട് പണിയെടുക്കുന്നതിന് പകരം ഞാൻ പാട്ടിട്ടിട്ട് പണിയെടുക്കും, അത്രേ ഉള്ളൂ. തുണി അലക്കി കഴിഞ്ഞിട്ട് അന്ന് തന്നെ ഉണങ്ങിയ തുണികൾ മടക്കി വെച്ചാൽ ഇത്ര ഒരു കൂമ്പാരം ഉണ്ടാവില്ല തുണിയുടെ. എനിക്ക് മടിയായിട്ടാണേ. പിന്നെ ഈ ക്ലോത്ത്സ് ഒക്കെ എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പം ഉപയോഗിക്കാത്തതാണ്. അതിനകത്ത് പുതിയതും ഉണ്ട്, കുറച്ച് ഉപയോഗിച്ചതായിട്ടുള്ളതും ഉണ്ട്. അതിങ്ങനെ ഞാൻ ഒരു ബാഗിലേക്ക് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ബാഗിൽ ഞാൻ ഉപയോഗിക്കുന്ന തുണിയും ഉണ്ടായിരുന്നു, പുതിയതായിട്ട് വാങ്ങിയിട്ടുള്ള തുണികളും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തൊന്ന് ഓർഗനൈസ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ട് ഈ ബെഡിൽ കിടക്കുന്ന ഫുൾ മെസ്സും എനിക്ക് ക്ലിയർ ചെയ്തിട്ട് വേണം കിടക്കാനായിട്ട്. ഈ പോയിന്റ് ശരിക്കും പറയാൻ നല്ല ഡ്രെയിൻഡാണ്. ആ പാട്ടിൻ്റെ എനർജിയിൽ ആണ് ഞാൻ ഇങ്ങനെ ഇത് വർക്ക് ചെയ്തു പോകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഓൾമോസ്റ്റ് എല്ലാം തീരാറായിട്ടുണ്ട്. ഇത് കാണുമ്പോൾ എന്തൊരു ആശ്വാസമാണെന്നറിയാവോ. അപ്പോൾ ബാക്കി എല്ലാം തന്നെ ഈ ബെഡിലിരിക്കുന്ന മെസ്സ് ക്ലീൻ ചെയ്തതിന് ശേഷം ബെഡ് നന്നായിട്ടൊന്ന് കുടഞ്ഞ് വിരിക്കണം. അതാണ് അടുത്ത ടാസ്ക്. അപ്പോൾ കുഞ്ഞി എടുത്ത് ഞാൻ താഴെ വെച്ച് കഴിഞ്ഞപ്പോഴേ അവൾ കരച്ചിൽ തുടങ്ങി. അവളല്ല അവൻ. നമ്മൾ വിളിച്ച് ശീലിച്ചിട്ടേ നമുക്കിത് അൺലേൺ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. പിന്നെ എന്താ കടൽ ടൈമാണ് കേട്ടോ. എൻ്റെ കുഞ്ഞിൻ്റെ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കാനായിട്ട്. അതേ കണക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങ് മാറുകയും ചെയ്യും. പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് ഇവളെ ഇങ്ങനെ കൊഞ്ചിക്കുകയും എന്താ പറയുക ഇറിറ്റേറ്റ് ചെയ്യുന്ന പോലെ ചെയ്യും. അപ്പോൾ എനിക്ക് എന്താ പറയുക നല്ല കടികൾ സംഭാവനയായി തരാറുമുണ്ട്. പക്ഷെ ഇപ്പോൾ ഭയങ്കര സ്നേഹമാണ്. രാത്രിയാകുമ്പോൾ എന്താ അറിയില്ല, എൻ്റെ കൊച്ചിന് ഭയങ്കര സ്നേഹമാണ്. അങ്ങനെ നമ്മുടെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് സ്കിൻ കെയർ ചെയ്യാം കേട്ടോ. ഞാൻ സ്കിൻ കെയർ ഭയങ്കര റിലീജിയസ്ലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. പിന്നെ ഭയങ്കരമായിട്ട് മടിച്ചു. സ്കിന്നൊന്ന് ബെറ്റർ ആയി കഴിയുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് അഹങ്കാരം വെച്ചിട്ട് ഞാൻ പിന്നെ സ്കിന്ന് കെയർ ചെയ്യില്ല. പിന്നെ ഇതൊന്ന് മോശമായി തുടങ്ങുമ്പോഴാണ് നല്ല ആക്നെ ബ്രേക്കൗട്ട്സ് ഒക്കെ വരുമ്പോഴായിരിക്കും പിന്നെ കെയർ ചെയ്ത് തുടങ്ങുന്നത്. അങ്ങനെ സ്കിന്ന് നന്നായിട്ട് ആക്നെയൊക്കെ വന്ന് പാടൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ റിലീജിയസ്ലി പിന്നെയും ചെയ്യാൻ തുടങ്ങി. ഒരാഴ്ച ഒരു 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസമെങ്കിലും ഞാൻ സ്കിൻ കെയർ ഇപ്പോൾ ചെയ്യാറുണ്ട്. ബാക്കി ഞാൻ സ്കിന്നിന് ജസ്റ്റ് ഒരു ഹീലിംഗ് ടൈമായിട്ട് വിടാറുമുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ചെയ്യുന്നത് സ്കിൻ സൈക്ലിംഗ് മെത്തേഡാണ്. എനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് 1-1.5 മിനിറ്റോളം നന്നായിട്ട് മസാജ് ചെയ്തിട്ട് ഫേസ് നന്നായിട്ട് കഴുകിക്കളയും. അതിനുശേഷം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് എക്സ്ഫോളിയേഷൻ ആണ് കേട്ടോ.
അപ്പം ഞാൻ പോയി എനിക്ക് വേണ്ട സ്കിന്നിൽ ഇന്ന് യൂസ് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം എടുത്ത് ബെഡിൽ വെച്ചേക്കാണേ. നമ്മുടെ എല്ലാവരുടെയും സ്കിൻ ടൈപ്പ് ഒരേപോലെയല്ല. അപ്പോൾ സ്കിൻ ടൈപ്പ് കണ്ടറിഞ്ഞ് എന്താണ് നിങ്ങളുടെ സ്കിന്നിന് വർക്ക് ചെയ്തെന്ന് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. എൻ്റെത് ഓയിലി, ആക്നെ പ്രോൺ, സെൻസിറ്റീവ് സ്കിന്നാണ്. ഈ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് ചില ഇൻഗ്രീഡിയൻസിൽ മാത്രമാണ് ഭയങ്കരമായിട്ട് ട്രിഗർ ചെയ്യുന്നത്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഗ്ലൈക്കോളിക് ആസിഡ് ആണ്. എനിക്ക് ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് സ്കിന്നിന് നന്നായിട്ട് വർക്ക് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് സ്കിന്ന് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാവൂ. അതിനുശേഷം നന്നായിട്ട് അബ്സോർബ് ചെയ്യാൻ വിട്ടിട്ട് ഞാൻ ലിപ് ബാം ഇവിടെ ഇട്ട് കൊടുക്കുകയാണേ. അതിനുശേഷം ഞാൻ സ്കിന്നിൽ നല്ലൊരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കും. സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ വേണം എടുക്കാനായിട്ട്. ഞാനിവിടെ എക്സ്ഫോളിയൻസ് യൂസ് ചെയ്തത് കൊണ്ടാണ് സിറാമൈഡുള്ള ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് സ്കിന്നിനെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. എന്നിട്ട് നന്നായിട്ട് നമ്മുടെ ഫേസിൽ ഒരു മസാജ് കൊടുക്കുക. ഒരു 2 to 5 minutes നമുക്ക് പറ്റുന്ന പോലെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്യാം. ഇതൊരു മീ ടൈം ആണ് കേട്ടോ. നമുക്ക് വേണ്ടി ഒരു 10 മിനിറ്റ് ഡെയിലി മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നും ഹെയറൊക്കെ നന്നായിട്ട് അടിപൊളിയായിട്ടിരിക്കും. അയ്യോ, സമയം നോക്കിയാൽ രാത്രി 2 മണി കഴിഞ്ഞു. ഞാനൊന്ന് പോയി കിടക്കട്ടെ. അതിന് മുന്നേ ഞാൻ നെക്ക് എക്സസൈസസ് ചെയ്യാറുണ്ട് കേട്ടോ. നമ്മുടെ സ്ട്രെസ് ഏറ്റവും കൂടുതൽ അറിയുന്ന ഭാഗം നമ്മുടെ ഷോൾഡർ നെക്കുമാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്തതിന് ശേഷം സുഖമായി ഞാനൊന്ന് പോയി കിടന്നുറങ്ങട്ടെ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാക്കാൻ മറക്കാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.